ബഹുമാന്യ സുഹൃത്തുക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്റർ അവതരിപ്പിക്കുന്ന മെഗാ ബൈബിൾ ക്വിസിന്റെ ഫസ്റ്റ് റൗണ്ട് ഫൈനൽ ഡേയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 7 എപ്പിസോഡുകളും നമ്മളെ അനുഗ്രഹിച്ച, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച ദൈവത്തിന്റെ അപരിമേയമായ സാന്നിധ്യം നാം ആയിരിക്കുന്ന മേഖലകളിൽ അനുഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുഗതരായ സുഹൃത്തുക്കളെല്ലാം തന്നെ ലൈവിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. സാബു ജോസഫിനെ ആദ്യമേ തന്നെ കാണുന്നു. സവിത സേവ്യർ, ഗ്ലോറി സാം തുടങ്ങി ഈ പ്രോഗ്രാമിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സഹോദരങ്ങളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അവർ മറ്റുള്ളവരോട് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹാബൽ പാസ്റ്ററെ കാണുന്നു. ഒരുപാട് ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം വളരെ പ്രതീക്ഷയോടെ, ആത്മാർത്ഥതയോടെ, താല്പര്യത്തോടെ ഈ പ്രോഗ്രാം ഇത്രത്തോളം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കേണ്ടതിനായിട്ട് ലൈവിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലെത്തി. കാലാവസ്ഥ അല്പമല്ലാത്ത പ്രതികൂലങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്വാഗതം അറിയിക്കുന്നു. പ്രാർത്ഥനാധ്വനി ചില വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് കേന്ദ്രമായിട്ട് ആരംഭിച്ചതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ആരംഭിച്ചതാണ്. ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായി, ഒരുപക്ഷെ പരസ്പരം അറിയത്തില്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും അറിയാവുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിഴലിൽ ലോകമെമ്പാടും ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടത്തെ വാർത്തെടുക്കുവാനായിട്ട് ഈ പ്രാർത്ഥനാധ്വനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഈ പ്രാർത്ഥനാധ്വനിയിൽ അറിയിക്കാവുന്നതാണ്. പ്രാർത്ഥനാധ്വനിയുടെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലൂടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ ബെൻസൺ പാസ്റ്റർ തന്റെ ഫോൺ നമ്പർ ഒന്ന് എഴുതി കാണിക്കും. അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയം കമന്റ് ചെയ്യുവാനും അറിയിക്കുവാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥനാധ്വനിയുടെ സഹകാരികളാകുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടുകൂടി ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനാധ്വനിക്ക് വിവിധ ചാപ്റ്ററുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്, കേരളത്തിലെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ അത് പന്തലിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ഏറ്റവും ശക്തിയോടുകൂടെ നിൽക്കുന്ന ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെ സഹായിക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ സാം തോമസ് അവറുകള്, അതുപോലെ തന്നെ അതിന്റെ പിന്നണിയിലും മുന്നണിയിലും ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ബ്രദർ ഫിലെ പൊന്നച്ചൻ, തോമസ് കുര്യൻ, ബിനോയ് കെ ഐപ്പ്, ജിൻസ് ജോൺ, ഷിജു തോമസ് തുടങ്ങിയവരെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായി ആക്റ്റീവായി ഇതിന് ജഡ്ജസ് ആയിട്ട് പ്രവർത്തിച്ച ഡോക്ടർ ജോർജ് മാത്യു, പാസ്റ്റർ ജോൺസൺ കണ്ണൂർ, പാസ്റ്റർ ജോബി ടി രാജൻ, പാസ്റ്റർ ബിജു കുര്യാക്കോസ്, ബ്രദർ അജിത് ജോർജ് തുടങ്ങിയവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്ന് കമന്റ് ചെയ്ത് ആൻസർ ചെയ്ത് സമ്മാനാർഹരായവരുണ്ട്. അവരെല്ലാം പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. സമ്മാനം ഒന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇതിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കും. ദൈവദാസന്മാരുണ്ട്. ദൈവദാസന്മാർ പലരും ആൻസർ അറിയാമെങ്കിലും ആൻസർ ചെയ്യാതെ മറ്റുള്ളവർക്ക് അവസരത്തിന് വേണ്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് പാർട്ടിസിപ്പേഷൻ അവരുടെ കൂടെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരെയൊക്കെയും ഞാൻ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാദിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കറിയാം. ജാതി മതഭേദമന്യേ ആർക്കും ഇതിൽ സംബന്ധിക്കാം. ഓരോ ചോദ്യങ്ങൾക്കും ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യേണ്ടതാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആൻസർ കമന്റ് ചെയ്യാവുന്നതാണ്. ആദ്യം കമന്റ് ചെയ്യുന്ന 10 പേരുടെ ആൻസർ ആണ് സ്വീകരിക്കുന്നത്. അതിനാണ് പോയിന്റുകൾ ലഭിക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉത്തരം എഴുതാം. സമ്മാനം യഥാക്രമം 10,000, 7,500, 5,000 തുടങ്ങിയവയാണ് ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും ലഭിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ജഡ്ജസ് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിൽ ഒരുപക്ഷെ എല്ലാവർക്കും ആരാണ് ആദ്യം കമന്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 95% അത് കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും അതിന്റെ കമന്റ്സ് ഒക്കെ വരുന്നത്, ജഡ്ജസിന്റെ കണ്ണിൽ പെടുന്നതെന്ന് കരുതുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭിക്കാനായിട്ട്
ഇത് ഷെയർ ചെയ്യണമെന്നും കൂടെ ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ഈ പ്രോഗ്രാമിൽ നിറഞ്ഞു നിന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. വിജയികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. വിജയികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഞായറാഴ്ച വിജയികളായിട്ടുള്ള 8 പേർക്ക് വേണ്ടി തിങ്കളാഴ്ച ഇവിടെ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും അവരുടെ ഫൈനൽ മത്സരം നടക്കുന്നത്. പക്ഷെ 9 മണിക്ക് തിങ്കളാഴ്ച വൈകിട്ട് 31 തിങ്കളാഴ്ച വൈകിട്ട് 9 മണിക്ക് വിജയികളെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ, ഇതേ പ്രാർത്ഥനാ ഒഫീഷ്യൽ പേജിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര്, നേതൃത്വം വഹിക്കുന്നവര് അതിന്റെ വിജയികളെ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. സമ്മാനാർഹരുടെ പേര് പ്രസ്താവിക്കുകയും സമ്മാനങ്ങളൊക്കെ പ്രസ്താവിക്കുകയും പ്രാർത്ഥനാ ധ്വനിയുടെ പ്രത്യേകിച്ച് ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വം നടത്തപ്പെടുന്ന ആ പ്രോഗ്രാം 9 മണിക്ക് 31 തീയതി വൈകിട്ട് 9 മണിക്ക് ഇതേ സമയത്ത് തന്നെയായിരിക്കും ഇതിന്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. ആ പ്രോഗ്രാമിലേക്കും നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ എല്ലാ ഓഡിയൻസിനെയും എല്ലാ പ്രേക്ഷകരെയും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വിജയികളായിട്ടുള്ളവര് ശ്രദ്ധിച്ചു കാണും. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം സൂം പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. അത് തിങ്കളാഴ്ച എന്റെ ടൈമൊക്കെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇതിന്റെ ഭാരവാഹികളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നമ്പറുകളെല്ലാം അവരുടെ കയ്യിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ തുടർന്ന് അറിയിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വിവിധ കഷ്ടങ്ങളിലായിരിക്കുന്ന ദൈവദാസന്മാര് പ്രാർത്ഥനാധ്വനിയുടെ പ്രയർ റിക്വസ്റ്റിൽ തന്നെ ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ ഈ ദിവസങ്ങളിൽ വന്നു. അവയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനകൾ ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തോടുകൂടെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ജന്തുക്കളുടെ രാജാവ് ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 8ാമത്തെ എപ്പിസോഡിലെ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കിങ് ഓഫ് ബീഡ്സ്? ജന്തുക്കളുടെ രാജാവ് ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ജന്തുക്കളുടെ രാജാവ് ആര് അല്ലെങ്കിൽ ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ കമന്റുകൾ കണ്ടു തുടങ്ങിയില്ല. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സജി ഫിലിപ്പ് വളരെ ക്ലിയർ ആയിട്ട് സിംഹമെന്നും ലയണെന്നും അക്സാറ്റി രാജു വേറെന്തോക്കെയോ എന്നും ബ്യൂല ജോസഫ് മറ്റെന്തോ എന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളത് എഴുതുകയാണ്. ജോളി ബിജു, അതുപോലെ ഷേബ ബോസ്, പ്രിൻസി, അങ്ങനെ ബാബു തോമസ്, മേഴ്സി സാബു തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സിംഹം എന്നും ലയണെന്നും നദീഹയം, റൂഫോസ് റജി, ലിസി ബ്രൈറ്റ്, മഹാനക്രം എന്ന ഗായോസ് റജിയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൻസറുകൾ ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മഹാനഗരം എന്ന് ഹാവൽ പാസ്റ്റർ നക്രമായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ നരകമെന്നായി പോയി. ടൈപ്പ് ചെയ്ത് വന്ന നരകമായി പോയാലും കുഴപ്പമില്ല, നരകത്തിൽ പോകാതിരുന്നാൽ മതി. അതുകൊണ്ട് മഹാനക്രം, നദീഹയം എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ആൻസറുകൾ, ലയൺ എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ആൻസറുകളാണ് കണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് ആൻസർ പറയേണ്ടതായിട്ട് വരുന്നു. മഹാനക്രം എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മഹാനക്രം എന്ന്, അഥവാ ലിവ്യാദാൻ, ഇംഗ്ലീഷിൽ എഴുതുന്നവരാണ് ലിവ്യാദാൻ എന്നും അല്ലെങ്കിൽ മഹാനക്രം എന്നും എഴുതുന്നവർക്കാണ് മാർക്കുള്ളത്. നദീഹയം എന്ന് എഴുതുന്നവർക്ക് മാർക്കില്ല. സത്യത്തിൽ അത് ഒന്ന് തന്നെ ആണെങ്കിൽ പോലും അതിന്റെ അകത്ത് ബൈബിളില് യോബിന്റെ പുസ്തകം 41:34 അത് മഹാനക്രം എന്ന് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ അതിന് ആൻസർ എഴുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നദീഹയം എന്ന് എഴുതിയവർ ക്ഷമിക്കുക, മഹാനക്രം എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കണം. കാരണം ഇത് ടൈറ്റ് ആയിട്ടുള്ള മത്സരം ആയതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആരും അങ്ങനെ മഹാനക്രം എന്ന് എഴുതിയില്ലായിരുന്നെങ്കിൽ നദീഹയം എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലാത്തത് കൊണ്ട് മഹാനക്രം എന്ന് തന്നെ എഴുതണം. അല്ലെ ലിവ്യാദാൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലും മതി. അത് യോബ് 41:34. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ചോദ്യം എന്തെന്ന് നോക്കാം. 5 പട്ടണത്തിലുള്ളവർ ഒരു ഭാഷയിൽ ദൈവത്തോട് സത്യം ചെയ്തു. ആ ഭാഷ ഏത് എന്നുള്ളതാണ്. The people of the 5 cities swore allegiance to God in one language. ദൈവത്തോട് 5 പട്ടണത്തിലുള്ളവർ ഒരേ ഭാഷയിൽ സത്യം ചെയ്തു. ആ ഭാഷ ഏത്? ആ ലാംഗ്വേജ്, വിച്ച് ലാംഗ്വേജ്? ആ ലാംഗ്വേജ് ഏത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ബിജു ജോസഫ് പാസ്റ്റർ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഭാഷ ഏത് എന്നുള്ളത് ഇവിടെ റൺസിംഗ് കമന്റ് ചെയ്ത് തുടങ്ങിയിരിക്കും. കൊച്ചുമോൾ സാം കമന്റ് ചെയ്തിരിക്കുന്നു.
അതുപോലെ തന്നെ കെസിയ ഷിബു കമന്റ് ചെയ്തിരിക്കുന്നു. വേറെ ആരോട് അന്യഭാഷ എന്ന് കമന്റ് ചെയ്തു. അന്യഭാഷയല്ല, നമുക്ക് അന്യഭാഷയാണ്. അക്സാറ്റി രാജു കമന്റ് ചെയ്തിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള കമന്റ്സുകൾ ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. 5 പട്ടണത്തിലുള്ള ഒരു ഭാഷയിൽ ദൈവത്തോട് സത്യം ചെയ്തു. എന്ത് സത്യമാണ് ചെയ്തതെന്ന് ചോദിക്കുന്നില്ല, ലാംഗ്വേജ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഒത്തിരി പേര് വ്യക്തമായിട്ട് കമന്റ് ചെയ്തു. കനാൻ ഭാഷ എന്നുള്ളതാണ്. കനാൻ ഭാഷ, യെശയ്യാ പ്രവചനം 19:18 നമ്മൾ വായിക്കുന്നു. കനാൻ ഭാഷയിലാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് സത്യം ചെയ്തത്. അതുകൊണ്ട് കനാൻ എന്ന് എഴുതിയവർക്കൊക്കെ മാർക്ക് കൊടുക്കാവുന്നതാണ്. 3ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏതാണ് 3ാമത്തെ ചോദ്യം? ദൈവ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടത് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് എലമെന്റ് ഇൻ ഗോഡ്സ് ക്രിയേഷൻ? എന്താണ് ദൈവ സൃഷ്ടിയിൽ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. 3ാമത്തെ ചോദ്യം, ദൈവ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടത് എന്ത് എന്നുള്ളത്. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം ദൈവം സൃഷ്ടിച്ചു. പകുതി ആൻസറൊക്കെ പറഞ്ഞ പോലെ എഴുതാനായിട്ടുള്ള എളുപ്പത്തിൽ അങ്ങനെ പല തരത്തിലുള്ള ആൻസറുകൾ ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ദൈവസൃഷ്ടിയിൽ പ്രധാനപ്പെട്ടത് എന്ത് എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ദൈവസൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ അല്ലെ, ഊഴിയിലെ ഒരു നാഴി പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നെല്ലാം നമ്മൾ പ്രാസമൊപ്പിച്ച് പ്രസംഗ ഭാഷയിൽ പറയാറുണ്ട്. ഇത് പ്രിൻസിയൻഡി മാൻ ഹ്യൂമൻ എന്നൊക്കെ ഇവിടെ വളരെ ശരിയെന്ന് തോന്നുന്ന ആൻസറുകൾ ഇവിടെ ചെയ്തെങ്കിലും, കമന്റുകളിലൂടെ ചെയ്തെങ്കിലും, എന്റെ പൊന്നു സഹോദരങ്ങളെ, അതല്ല, ഹ്യൂമൻ ബീങ് അല്ല. ബൈബിൾ മാൻ എന്നല്ല, ജെറമ്യ മാൻ എന്നോ വുമൺ എന്നോ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്. നദീഹയം എന്നെഴുതിയവർക്കാണ് മാർക്ക്. നദീഹയം എന്നെഴുതിയവർക്കാണ്. നമ്മളെ ജോബിന്റെ പുസ്തകം തന്നെ 40:19 തന്നെ വാക്യത്തിൽ കാണുന്നു. നദീഹയം എന്നെഴുതിയവർക്കാണ് ദൈവ സൃഷ്ടിയിൽ പ്രധാനപ്പെട്ടത് എന്നെന്ന് ചോദിച്ചാൽ നദീഹയം എന്ന് തന്നെയാണ്. അങ്ങനെ എഴുതിയ 10 പേർക്കാണ് മാർക്കുള്ളത്. നമ്മുടെ മിടുക്കന്മാരായ പാർട്ടിസിപ്പൻസ് അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ്. അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ദൈവ സൃഷ്ടിയിൽ പ്രധാനപ്പെട്ടത് ഈ നദീഹയം അഥവാ മഹാനക്രം എന്ത് എന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിവിന് വേണ്ടി ഞാൻ പറയാം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതിന്റെ രൂപവും സാദൃശ്യവും എല്ലാം ജോബിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഏത് ജീവി എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം. ഇപ്പോൾ ഭൂമിയിൽ അന്യം നിന്ന് പോയ ഇതുവരെയും നമ്മുടെ തലമുറയോ അല്ലെങ്കിൽ ജനങ്ങള് കണ്ടിട്ടില്ലാത്ത ഫോസിലുകൾ മാത്രം കണ്ട് ശാസ്ത്രലോകം ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ജീവിയുണ്ട്. കരയിലും കടലിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കുവാൻ കഴിവുള്ള ഒരു ജീവി എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിരിക്കുന്ന ഒരു ജീവിയെക്കുറിച്ച് അതിന്റെ ഫോസിലുകളെല്ലാം കിട്ടി. അവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ലോക പ്രശസ്തമായ ഒരു സിനിമ ചില നാളുകൾക്ക് മുമ്പ് ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ജീവിയെക്കുറിച്ച് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അർത്ഥസംഖ്യക്കിടയില്ലാതെ വണ്ണം പറയുവാനായിട്ട് സാധിക്കുന്ന ആ ജീവിയുടെ പേര് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാവോ? മാർക്കില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ല. ഏതാണ് മഹാനക്രം അഥവാ നദീഹയം എന്ന് പറഞ്ഞാൽ ഇപ്പം ശാസ്ത്ര ലോകത്തിൽ പറയുന്ന ആ ജീവി ഏതേ ഒന്നൊന്ന് ഒരു രസത്തിന് വേണ്ടി കമന്റ് ചെയ്യാമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഏത് ജീവിയാണ് ഇന്ന് ശാസ്ത്ര ലോകം പറഞ്ഞിരിക്കുന്നത്? മീൻ എന്ന് ബിജു ജോസഫ് പാസ്റ്റർ കമന്റ് ചെയ്തിരിക്കുക. അല്ല, വെള്ളത്തിലും കരയിലും കരയിൽ ജീവിക്കുന്ന മീൻ. തൃശ്ശൂരൊക്കെ കരയിൽ ജീവിക്കുന്ന മീനുണ്ട്. ഇത് ഗായോസ് റജി കമന്റ് ചെയ്തിരിക്കുന്നു. ദിനോസറിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇവിടെ ചിലര് യുക്തിവാദികളും ബൈബിളിനെ എതിർക്കുന്ന ചിലരും പറയുമ്പോൾ ദിനോസറിന്റെ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന 4 മാർക്കിടല്ലേ? ജോളി ബിജു 4ാമത്തെ ചോദ്യം അല്ല ഞാൻ ചോദിച്ചത്. ഇടയ്ക്കൊരു ചോദിച്ചത്, അത് ഇപ്പോഴത്തെ തലമുറ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദിനോസറാണ് മഹാനക്രം അഥവാ നദീഹയം എന്നൊക്കെ പറഞ്ഞാൽ ദിനോസർ ആകാനാണ് സാധ്യത. ദിനോസർ ആണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും അല്ല. സാബു ജോസഫ് 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇടരുത്, അത് വെട്ടിയേക്കണം. 4 ആരും മൈൻഡ് ചെയ്യരുത്. അവർക്കൊക്കെ വീണ്ടും ഒന്നുകൂടെ ഞാൻ ഈ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടാണ്. ദിനോസർ എന്ന 4ാമത്തതിന്റെ ഉത്തരം കമന്റ് ചെയ്ത് തെറ്റാണ്. 4ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് 4ാമത്തെ ചോദ്യം ചോദിക്കുന്നു. യഹോവ ഇസ്രായേലിനെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് ഇട്ട പേരെന്ത്? യഹോവ ഇസ്രായേലിനെ ത്യജിച്ചതുകൊണ്ട് അവർക്കിട്ട പേരെന്ത്? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ഇസ്രായേൽ ബിക്കോസ് യഹോവ റിജക്റ്റഡ് ദം? യഹോവ അവരെ 4ാമത്തെ ചോദ്യം. യഹോവ ഇസ്രായേൽ ജനത്തെ ത്യജിച്ചതുകൊണ്ട് അവർക്കൊരു പേരിട്ടു. ആ പേരെന്ത് എന്നുള്ളതാണ് 4ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം സാബു ജോസഫിനും അറിയാതെ മാർക്കിട്ട് പോയവർക്കൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പോയവർക്കൊക്കെ 4ാമത്തെ വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ ഇടാവുന്നതാണ്. ഇതാ
ജോളി ജയകുമാർ ഇവിടെ കടകംപള്ളി എന്നൊക്കെ ഇറക്കി എഴുതിയേക്കുന്നു. അയ്യോ, കടകംപള്ളി ഒന്നുമല്ല. എന്താണ് ഈ നോക്കി എഴുതുമ്പം പറ്റുന്ന അബദ്ധമാണ് ഇത്. എന്താണ് അവർക്കിട്ട പേര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്കിട്ട പേര് ഇസ്രായേൽ ജനത്തിന് ദൈവം അവരെ ത്യജിച്ചത് കൊണ്ട് അവർക്കിട്ട പേരെന്ത് എന്നുള്ള ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിന് ഇത്രയും പേര് എങ്ങനെയൊക്കെയെങ്കിലും ആൻസർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ബൈബിളിൽ അപാരമായ പാണ്ഡിത്യമുള്ള, അഗാധമായ പാണ്ഡിത്യമുള്ള, അറിവുള്ള ചില സഹോദരങ്ങളാണല്ലോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് ആൻസർ ചെയ്തിരിക്കുകയാണ്. കറക്കൻ വെള്ളി റിജക്റ്റഡ് സിൽവർ എന്നാണ്. കറക്കൻ വെള്ളി എന്നാണ് അതിന്റെ ആൻസർ. കറക്കൻ വെള്ളി എന്നാണ് ആൻസർ. അത് അങ്ങനെ എഴുതിയവർക്ക്, കറക്കൻ വള്ളിയല്ല, കറക്കൻ വെള്ളി, റിജക്റ്റഡ് സിൽവർ, അങ്ങനെ എഴുതിയവർക്കാണ് മാർക്കുള്ള. ഇരമ്യാവ് 6:30 നമ്മൾ കാണുന്നു കറക്കൻ വെള്ളി എന്ന് എഴുതിയവർക്ക്. ആരാണ്ട് കരിക്കും വെള്ളം എന്നൊക്കെ കോപ്പി അടിച്ചുകൊണ്ട് പറ്റില്ല. കരിക്കും വെള്ളമല്ല, കറക്കൻ വെള്ളി എന്ന് തന്നെ വേണം കമന്റ് ചെയ്യാൻ. ആരാണ്ട് എളുപ്പത്തിൽ എഴുതിയപ്പോ അങ്ങ് മാറിപ്പോയതാണോ അതോ മേളിൽ എഴുതിയ ആൾ എന്തെഴുതിയെന്ന് ശരിക്കും വായിക്കാൻ സമയം കിട്ടാഞ്ഞതാണോ എന്ന് അറിയത്തില്ല. കരിക്കും വെള്ളമല്ല, കറക്കം വെള്ളി എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. എന്താണ് 5ാമത്തെ ചോദ്യം നോക്കാം. യെരുശലേമിൽ ചൂളയുള്ളത് ആർക്ക്? ഹൂസ് ഫർണസ് ഇൻ ജെറുസലേം? യെരുശലേമിൽ ചൂളയുള്ളത് ആർക്ക് എന്നുള്ള ഒരു ചോദ്യമാണ് 5ാമത്തെ ചോദ്യം. ജെറുസലേമിൽ ചൂളയുള്ളത് ആർക്ക് എന്നുള്ളതാണ്. യെരുശലേമിൽ ചൂളയുള്ളത് ആർക്ക് എന്നുള്ളതാണ് 5ാമത്തെ ചോദ്യം. യെരുശലേമിൽ ചൂളയുള്ളത് ആർക്ക് എന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനാണോ അതോ ഹമാസിനാണോ എന്ന് ആർക്കാണെന്ന് നോക്കാം. ലോ അമ്മി, ജെറമ്യ ജേക്കബ് ഇത് വളരെ വ്യക്തമായി തോന്നുന്ന ലോ അമ്മി എന്ന് ഒരു ആൻസർ ചെയ്തിരിക്കുകയാണ്. ബ്യൂല ജോസഫ് ആൻസർ ചെയ്തിരിക്കുന്നു. വർഗീസ് ചാക്കോ ലോ അമ്മി എന്ന് ചെയ്തിരിക്കുന്നു. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവാണ് റെൻസിംഗ് ദൈവമെന്ന് ലോ അമ്മീന്ന് സജി ഫിലിപ്പ്, ജോളി ബിജു യഹോവ, ലിജോ ജോസഫ് യഹോവ, ജോമോൻ ഹാവേൽ യഹോവ, മേഴ്സി സാബു ലോ അമ്മി, ബ്ലോ അമ്മി എന്ന് സാബു ജോസഫ്, ബ്ലോ ആയിപ്പോയി, ബ്ലോ അമ്മി എന്ന് എഴുതിയിരിക്കുകയാണ്. യഹോവയ്ക്കെന്ന് ഷീബ ജോസ്, ജെറമ്യ ജേക്കബ് യഹോവ, ഷിബു ജോർജ് ലോ അമ്മീന്ന്. എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി ലോ അമ്മീന്ന് എനിക്കറിയത്തില്ല. ഉത്തരം യഹോവ അഥവാ ദൈവം, ഗോഡ് എന്നൊക്കെ എഴുതിയവർക്കാണ്. യഹോവ ദൈവം, ഗോഡ് എന്നൊക്കെ കമന്റ് ചെയ്തവർക്കാണ്. അല്ലാതെ ലോ അമ്മിയും ബ്ലോ അമ്മിയും അല്ല. LAW ലോ അമ്മി എന്നൊക്കെ വേറെ സ്പെല്ലിംഗ് ഒക്കെ മാറ്റിയ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, യഹോവയ്ക്കാണ് യെരുശലേമിൽ ചൂളയുള്ളത് 31:9 യെശയ്യാവിലാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. 6ാമത്തെ ചോദ്യം എന്തെന്ന് നോക്കാം. കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നുവെന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നുവെന്ന് പ്രവചിച്ച പ്രവാചകനാരെ? Who was the prophet who prophesied that behold the Lord comes with many thousands of his saints എന്ന് പ്രവചിച്ച പ്രവാചകൻ ആര് എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യത്തിന് റോഷി തോമസും സജിത സാജനും ബ്യൂല ജോസഫും മേഴ്സി സാബുവും അതുപോലെ ജോളി ജയകുമാർ, ലിജോ ജോസഫ് തുടങ്ങി ശക്തിയോടുകൂടെ വ്യക്തതയോടുകൂടെ ആൻസറുകൾ ഇവിടെ അക്സാറ്റി രാജു, റൂഫോസ് റജി തുടങ്ങി ജോളി ബിജു തുടങ്ങി ഒത്തിരി സഹോദരങ്ങള് വ്യക്തമായിട്ടുള്ള ആൻസറുമായി നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല. ഹാനോക്ക് എന്നാണ് ഉത്തരം എഴുതേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഹാനോക്ക് എന്ന ഉത്തരം കമന്റ് ചെയ്ത സഹോദരങ്ങളിൽ 10 പേർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. യൂദായുടെ ലേഖനം 14ാമത്തെ വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഹാനോക്ക് എന്ന് കമന്റ് ചെയ്തവർക്ക് മാർക്ക് കൊടുക്കാം. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് 6 കഴിഞ്ഞ് 7 ആയതുകൊണ്ട് 7ാമത്തെ ചോദ്യം എന്തെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രങ്ങൾ ദൈവത്തിന് അശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞതാരെ? നക്ഷത്രങ്ങൾ ദൈവത്തിന് അശുദ്ധിയുള്ളതെന്ന് പറഞ്ഞതാരെ? Who said that stars are unclean to God? ആരാണ് നക്ഷത്രങ്ങൾ ദൈവത്തിന്? 7ാമത്തെ ചോദ്യം, നക്ഷത്രങ്ങൾ ദൈവത്തിന് അശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞത് ആര് എന്നുള്ള 7ാമത്തെ ചോദ്യത്തിന് ഉത്തരങ്ങൾ വരട്ടെ. നക്ഷത്രങ്ങൾ ദൈവത്തിന് അശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞ മഹാൻ ആര് അല്ലെങ്കിൽ മഹതി ആര് എന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. നക്ഷത്രങ്ങൾ ദൈവത്തിന് അശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞത് ആര് എന്ന് റൺസിംഗ് ഇവിടെ കൊച്ചുമോൾ സാം
തുടങ്ങിയവര് ഇവിടെ വ്യക്തമായിട്ടുള്ള ആൻസറുകളുമായി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നു. മറ്റു ചിലർ മറ്റു പല കമന്റ്സ് ഒക്കെ ഇവിടെ ചെയ്ത് ജെറമ്യ ജേക്കബും അതുപോലെ ലിജോ ജോസഫ് തുടങ്ങിയവരൊക്കെ വ്യത്യസ്തമായ ആൻസറുമായി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണ് ഇവിടെ? ബിൽദാദൻ എന്നൊക്കെ. ബിൽദാദൻ അതല്ല, നമ്മുടെ 2001 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ബോംബിട്ട് തകർത്തതിന്റെ സൂത്രധാരനായിരുന്ന ആളാണ് ബിൽദാദൻ. ബിൽദാദൻ അല്ല, ബിൽദാദ്. എൻ വേണ്ട, എൻ വെട്ടണം, എൻ വേണ്ട, ബിൽദാദ് എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. യോവല്ല, ബിൽദാദാണ്. യോവിന്റെ പുസ്തകത്തിലാണ് ബിൽദാദാണ് അത് പറഞ്ഞത്. നക്ഷത്രങ്ങൾ പോലും ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളവയല്ല എന്ന് പറഞ്ഞത് ബിൽദാദാണ്. ബിൽദാദ് എന്ന് എഴുതിയവർക്കാണ് മാർക്ക്. ജോബ് 25:5 കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി ബിൽദാദൻ എന്ന് എഴുതിയവർക്ക് ഒരു എന്നു കൂടി പോയാലും കുഴപ്പമില്ല. പഴയ ഈ ബിൽദാദിന്റെ മനസ്സിലെങ്ങാണ്ട് ഓർത്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് ജഡ്ജസിന്റെ തീരുമാനത്തിന് ഞാൻ വിടുകയാണ്. ബിൽദാദ് എന്ന് എഴുതിയവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താണ് 8ാമത്തെ ചോദ്യം? നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യം, പുതിയ നിയമത്തിലെ ഒരു എഴുത്തിന്റെ അവസാനം ശുഭമായിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ആർക്ക് എഴുതി എന്നുള്ളതാണ്. The end of a letter in the New Testament wrote that farewell. Who wrote to whom? ആർക്ക് വേണ്ടിയാണ് അത് എഴുതിയത് എന്നുള്ളതാണ് 8ാമത്തെ ചോദ്യം. പുതിയ നിയമത്തിലെ ഒരു ലെറ്റർ, ഒരു എഴുത്ത്, അതിന്റെ അവസാനം ശുഭമായിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ആർക്ക് വേണ്ടി എഴുതിയ ലെറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 8. 8ാമത്തെ ക്വസ്റ്റ്യന് ഇവിടെ ആൻസർ കണ്ട് തുടങ്ങിയിട്ട് ഇതുവരെയും കണ്ടു തുടങ്ങിയില്ല. 8ാമത്തെ ചോദ്യത്തിന് ആൻസർ, 8ാമത്തെ ചോദ്യത്തിന്റെ ആൻസറുകൾ ഇവിടെ ഇതാ. ജോൺ ടു ഗായോസ്, മേരിക്കുട്ടി ജോർജ്, മേരിക്കുട്ടി, ലിൻഡ പിൻഡോ, ഫെലിക്സ് ഫെസ്തോസ്, റീന സജി, ഫെലിക്സ് ഫെസ്തോസ്, ഹാവൽ, ഫെലിക്സ് ഫെസ്തോസ്, പ്രിൻസി, ജോൺ ടു ഗായോസ്, ഫെലിക്സ് ടു ഫെസ്തോസ്, ഫെലിക്സ് ടു ഫെസ്തോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സുഖമായിരിക്കട്ടെ എന്ന് ഇവിടെ ഫെലിക്സ് ഫെസ്തോസ് എന്ന വ്യത്യസ്തമായ ആൻസറുകളുമായി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഇതുവരെയും ശരിയായ ഒരു ആൻസർ എന്റെ കണ്ണിൽ പെട്ടില്ല. ഇത് എന്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. ക്ലൗദിയോസ് ലൂസിയാസ് ഫെലിക്സിന് എഴുതിയ കത്താണ്. ക്ലൗദിയോസ് ലൂസിയാസ് ഫെലിക്സിന് എഴുതിയ കത്തിന്റെ അകത്താണ് അപ്പോസ്തല പ്രവൃത്തി 23:30 നമ്മൾ വായിക്കുന്നു. ക്ലൗദിയോസ് ലൂസിയാസ് ഫെലിക്സിന് എഴുതിയ കത്താണ് ശുഭമായിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത്. ജോൺ ഗായോസിന് എഴുതിയ കത്തില്ലാത്തല്ല. നിന്റെ പ്രിയനെ, നീ നിന്റെ ആത്മാവ് സുഖമായും ശുഭമായിരിക്കണം എന്നൊക്കെ എഴുതി ഗായോസിന് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന വാക്കിൽ അവസാനിപ്പിക്കുന്ന എഴുതിയത് ക്ലൗദിയോസ്, ഞാനും പേര് മറന്നു, ഫെലിക്സിന് എഴുതിയ കത്താണ് അത് എന്നും കൂടെ ഓർത്ത് ഓരിക്കുക. 9ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. എനിക്ക് തോന്നുന്നു 8ന്റെ ഉത്തരം ആരും തന്നെ എഴുതിയിട്ടില്ല. ജഡ്ജ് ശ്രദ്ധിക്കുക. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേട്ട് ദൈവം ബാലില്ലാത്ത നാൽക്കാലികളായ ഞങ്ങളെ കൊന്നുകളഞ്ഞു. ഞങ്ങൾ ആര്? ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ബാലില്ലാത്ത നാൽക്കാലികളായി ഞങ്ങളെ കൊന്നുകളഞ്ഞു. ഞങ്ങൾ ആര് എന്നുള്ളതാണ് 9ാമത്തെ ചോദ്യം. God heard a prayer of a person and killed tailless cattle like us. Who we are? ഞങ്ങൾ ആരാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റോഷി തോമസ് 9ാമത്തതിന് ആൻസർ ചെയ്തിരിക്കുന്നു. ഷേബ ആൻസർ ചെയ്തിരിക്കുന്നു. അക്സാറ്റി രാജു ആൻസർ ചെയ്തിരിക്കുന്നു. ജോമോൻ ഹാവേൽ ആൻസർ ചെയ്തിരിക്കുന്നു. ജോളി ബിജു ആൻസർ ചെയ്തിരിക്കുന്നു. മേഴ്സി സാബു ആൻസർ ചെയ്തിരിക്കുന്നു. സാബു ജോസഫ് ആൻസർ ചെയ്തിരിക്കുന്നു. ഗായോസ് റജി ആൻസർ ചെയ്തിരിക്കുന്നു. ബിജില രാജേഷ് ആൻസർ ചെയ്തിരിക്കുന്നു. സജി ഫിലിപ്പ് ബ്യൂല ജോസഫ് എന്നുള്ളതാണ് ആൻസർ. ഗ്ലോറി സാം എനിക്ക് തോന്നുന്നു മറ്റൊരു ആൻസറുമായിട്ട് വന്നിരിക്കുന്നു. മോസസ് അല്ല, തവള അഥവാ ഫോഗ്, തവള എന്നൊക്കെ എഴുതിയവർക്കാണ് മാർക്കുള്ളത്. വാലില്ലാത്ത നാൽക്കാലി മോസസ് എന്നൊക്കെ എഴുതിയത് ശ്രദ്ധ കുറവ് കൊണ്ട് പറ്റിയതാണ്, അറിയാമലായിട്ടല്ല. സംഭവം അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ തവള എന്ന് എഴുതിയവർക്കേ മാർക്കുള്ളൂ. തവളയെന്ന് എനിക്ക് തോന്നുന്നത് ജോഷി അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതിയതാന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ചിലര് അത് നോക്കി പുറകിൽ എഴുതി തവളയുടെ വാലില്ലാത്ത തവളയുടെ പുലിവാലി പിടിച്ചു ചിലര്. അതുകൊണ്ട് തന്നെ തവള അഥവാ ഫോഗ് ഒക്കെ എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 10ാമത്തെ ചോദ്യവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. യേശുവിന്റെ ചോദ്യത്തിന് ന്യായശാസ്ത്രി പറഞ്ഞ മറുപടി പോലെ ചെയ്ത ഏക രാജാവ് ആര്? യേശുവിന്റെ ചോദ്യത്തിന് ന്യായശാസ്ത്രി പറഞ്ഞ മറുപടി പോലെ ചെയ്ത ഏക രാജാവ് ആര്? The king who did as the lawyer answered Jesus' questions. യേശുവിന്റെ ചോദ്യങ്ങൾക്ക് ചെന്നൈയിലിരുന്ന് ബീന ആന്റി ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രത്യേക
വന്ദനവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ബീന തോമസ് ചെന്നൈയിൽ നിന്ന് ഇവിടെ ഉണ്ട്. ഒരു വ്യക്തിയുടെ നമ്മുടെ 10ാമത്തെ ചോദ്യം, യേശുവിന്റെ ചോദ്യത്തിന് ന്യായശാസ്ത്ര ഉത്തരം പറഞ്ഞതുപോലെ തന്നെ ഉത്തരം പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, റോഷി തോമസ്. അത് ഉമ്രീന്നോ മറ്റോ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തമായ ആൻസറുമായിട്ട് സഹോദരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. സാബു ജോസഫ്, അതുപോലെ തന്നെ റോഷി തോമസ്, ഗ്ലോറി സാം, ഷേബ ജോസ് തുടങ്ങി വ്യത്യസ്തമായ ഉത്തരവുമായിട്ട് പലരും ഇവിടെ വന്നിരിക്കുന്നു. അതാര് എന്നുള്ള ചോദ്യത്തിന് 2 രാജാക്കന്മാർ 23-25 നമ്മൾ വായിക്കുന്നു. അത് യോശിയാവ് എന്നാണ് ഉത്തരം. ജോഷിയാവ് എന്നെഴുതിയവർക്ക് മാർക്കുണ്ട്. അങ്ങനെ എഴുതിയവർക്ക് മാർക്കുണ്ട്. അത് ഇംഗ്ലീഷും മലയാളത്തിലും ടൈപ്പ് ചെയ്തവർക്ക്, മംഗ്ലീഷിലും ടൈപ്പ് ചെയ്തവർക്ക് മാർക്കുണ്ട്. ജോഷിയാവ് എന്ന് തന്നെ എഴുതണം. 11ാമത്തെ ചോദ്യം, സൃഷ്ടാവിന് സൃഷ്ടി നൽകിയ ഏത് സമ്മിശ്രിതമാണ് നിരസിച്ചത്? സൃഷ്ടാവിന് സൃഷ്ടി നൽകിയ ഏത് സമ്മിശ്രിതമാണ് നിരസിച്ചത്? വാട്ട് തിങ്സ് ദ ക്രിയേഷൻ ഗേവ് ദ ക്രിയേറ്റർ വാസ് റിജക്റ്റഡ്. എന്താണ് സൃഷ്ടാവിന് സൃഷ്ടി നൽകിയ സമ്മിശ്രം നിരസിച്ച അത് എന്താണ്? സൃഷ്ടാവിന് സൃഷ്ടി നൽകിയ സമ്മിശ്രം നിരസിച്ചു, അതെന്താണ് എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യം. അല്ലെ, ഏതോ ടെലിവിഷൻ പരിപാടിയിൽ പറയുന്നു, ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ആ അർത്ഥത്തിൽ പിള്ളേർ പറഞ്ഞു നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒറ്റ ചോദ്യം മതി. അതുകൊണ്ട് തന്നെ അക്സാറ്റി രാജു ഇവിടെ എന്തോ ആൻസർ ചെയ്തിരിക്കുന്നു. റോഷി തോമസ് ആൻസർ ചെയ്തിരിക്കുന്നു. നെൽസൺ ലോറൻസ് ആൻസർ ചെയ്തിരിക്കുന്നു. ബ്യൂല ജോസഫ് ആൻസർ ചെയ്തിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഉത്തരവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. സൃഷ്ടാവിന് സൃഷ്ടി നൽകിയ മിശ്രിതം നിരസിച്ചു, അതെന്താണ് എന്നുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ പലരും വ്യക്തമായിട്ടുള്ള ഉത്തരം ചെയ്തു എന്ന് പറയാതിരിക്കാനായിട്ട് തരമില്ല. 30 സെക്കൻഡുകളാണല്ലോ നമുക്കുള്ളത്. അതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ മേരിക്കുട്ടി ജോർജ് പുളിച്ച വീഞ്ഞെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഉത്തരം വരട്ടെ, അപ്പോഴാണല്ലോ ഈ പ്രോഗ്രാം വിജയിക്കുന്നത്. എന്നാൽ അതിന്റെ ഉത്തരം പുളിച്ച വീഞ്ഞല്ല, കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആൻസർ എഴുതണം. കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് എന്നെഴുതിയവർക്കാണ് മർക്കോസ് 15:3 നമ്മൾ കാണുന്നു. അങ്ങനെ എഴുതിയവർക്കാണ് മാർക്കുള്ളത്. കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് എന്നെഴുതിയ 10 പേർക്ക് ഓരോ പോയിന്റുകൾ ലഭിച്ചിരിക്കുകയാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്തെന്ന് നോക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പ്രവചിച്ച പ്രവാചകനാര് എന്ന് പ്രവചിച്ച വ്യക്തിയാരെ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പ്രവചിച്ചതാരെ? ഹു പ്രൊഫസൈഡ് ബ്ലെസ്ഡ് ബി ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ. ആരാണ്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പ്രവചിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് ഈ 12ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12. 12ാമത്തെ ചോദ്യത്തിന് ഒരുപാട് ഉത്തരവുമായിട്ട് നിങ്ങൾ നിറഞ്ഞു നിൽക്കും എന്നെനിക്കറിയാം. അങ്ങനെയുള്ള ഉത്തരം ഒന്നുപോലും ഇതുവരെ കാണുന്നില്ല. ഇപ്പോൾ ഉത്തരങ്ങൾ വരാൻ തുടങ്ങും. എനിക്കറിയാം സൃഷ്ടാവിന് സൃഷ്ടി ഡേവിഡ് എന്ന ജെറമ്യ ജേക്കബിന്റെ ഉത്തരം ആദ്യം വന്നെത്തിയിരിക്കുകയാണ്. ഡേവിഡ് മേഴ്സി സാബുവും ഡേവിഡ് അക്സാറ്റി രാജു വേറെ സക്കരിയാവ് എന്ന് എഴുതിയിരിക്കുന്നു. അതാ ബിലയാം എന്ന ഗായോസ് റജി, റൂബോസ് റജിയും ബിലയാം എന്ന് എഴുതിയിരിക്കും. ജോളി ബിജു ഡേവിഡ് എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ ഈ ബ്യൂല ജോസഫും സക്കരിയ, സാബു ജോസഫ് 2 പ്രാവശ്യം കമന്റ് ചെയ്തോ എന്ന് എനിക്കൊരു സംശയം. ഇല്ല, മുമ്പത്തെ ഉത്തരത്തിനായിരുന്നു. ഐസായ എന്ന ഗ്ലോറി സാമും ജോബിൻ അത് സക്കരിയാവും എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ബിലയാമല്ല കൊച്ചുമോളെ, ബാബു തോമസ് ബിലയാമല്ല, സക്കരിയ പ്രവാചകനല്ല, സക്കരിയ പുരോഹിതനാണ്. സക്കരിയാവ് എന്നെഴുതിയവർക്കാണ് മാർക്കുള്ളത്. ഏത് സക്കരിയാവാണ്? നമ്മളെ പുതിയ നിയമത്തിൽ കാണുന്ന പുരോഹിതനായ, അവസാനത്തെ പുരോഹിതനായ സക്കരിയാവ്. ലൂക്കോസ് 1:68 നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പ്രവചിച്ചത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം പാട്ട് രൂപത്തിൽ കിടപ്പുണ്ട്. അദ്ദേഹമാണ് അത് പ്രവചിച്ചത് എന്ന് നാം മറക്കാതിരിക്കുക. 13ാമത്തെ ചോദ്യവും അതിനേക്കാൾ സിമ്പിളാണ്. കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കുന്നത് ആരെ? കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കുന്നത് ആരെ? ഹു ഡൈഡ് വിത്ത് ഷൗട്ടിംഗ് ആൻഡ് ട്രംപറ്റ്. ആരാണ് കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കുന്നത് ആര് എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. 13ാമത്തെ ചോദ്യം ആരാണ് എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യത്തിനും ഇവിടെ വ്യത്യസ്തമായ ഉത്തരവുമായിട്ട് സഹോദരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. 13ാമത്തെ ചോദ്യം
13ാമത്തെ ചോദ്യം എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ആൻസർ ചെയ്യേണ്ട സമയം 26 സെക്കൻഡ്, 27 സെക്കൻഡ്, 28 സെക്കൻഡ്, 29 സെക്കൻഡ്, 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം എഴുതേണ്ടുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് മോവാബ് എന്ന് ആൻസർ കമന്റ് ചെയ്തവർക്ക് മാർക്കുണ്ട്. മോവാബ് എന്ന് ആൻസർ കമന്റ് ചെയ്ത 10 പേർക്കാണ് മാർക്കുള്ളത്. മോവാബ് എന്ന് കമന്റ് ചെയ്തവർക്കാണ് മാർക്കുള്ളത്. ഇവിടെ നമ്മുടെ സാംകോശി പാസ്റ്റർ ഉണ്ട്, ഇതുവരെ ഒന്നും കമന്റ് ചെയ്തില്ല. പിള്ളേരുടെ പ്രോത്സാഹനത്തിനു വേണ്ടി ഇവിടെ പാസ്റ്റർമാരും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 14ാമത്തെ ചോദ്യത്തിനു വേണ്ടി ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. 14ാമത്തെ ചോദ്യം. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയവർ എങ്ങനെയുള്ളവരാണ്? ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയവർ എങ്ങനെയുള്ളവരാണ്? ഹൗ ദ പീപ്പിൾ ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ എങ്ങനെയുള്ളവരാണ് എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ എങ്ങനെയുള്ളവർ? ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നു പോയവർ എങ്ങനെയുള്ളവർ എന്ന് ആണ് 14ാമത്തെ ചോദ്യം. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ എങ്ങനെയുള്ളവർ എന്നുള്ളതാണ് 14ാമത്തെ ചോദ്യം. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ എങ്ങനെയുള്ളവർ എന്നുള്ളതാണ്. ഷിബു ജോർജിന്റെയും അക്സാറ്റി രാജുവിന്റെയും അതുപോലെ തന്നെ ജോബിൻ തുടങ്ങിയ സഹോദരങ്ങളുടെ ആൻസറുകൾ കാണുന്നു. ലിജോ ജോസഫ്, അതുപോലെ ബ്യൂല ജോസഫ്, മേഴ്സി സാബു, ജോമോൻ ഹാബൽ, സാബു ജോസഫ്, സോണി വിപിൻ, ഷേബ ബോസ്, ബാബു തോമസ് തുടങ്ങിയവരൊക്കെ തന്നെ കമന്റ് ചെയ്തിരിക്കുകയാണ്. വ്യക്തമായ ഉത്തരം തന്നെയാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തിരിക്കുക. മനം തഴമ്പിച്ചവർ എന്നാണ് ഉത്തരം. മനം തഴമ്പിച്ചവർ എഫേസ്യർ 4:18 19 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. മനം തഴമ്പിച്ചവർ എന്ന് ഉത്തരം ചെയ്തവർക്കാണ്, കമന്റ് ചെയ്തവർക്കാണ് മാർക്കുള്ളത്. മനം തഴമ്പിച്ചവർ എന്ന് ഇവിടെ മനം ചിതിഞ്ഞവനും അതെന്നാണ് ചിതിഞ്ഞവൻ, അതാണ് മനസ്സിലായില്ലേ? മനം ചിതിയുക എന്ന് പറഞ്ഞത് മനം തഴമ്പിച്ചവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണെന്ന് നോക്കാം. ഒരു മൃഗത്തിന്റെ പേര് തനിക്കിട്ട രാജാവാര്? ഹു വാസ് ദ കിങ് ഹു നെയ്മഡ് ആൻ ആനിമൽ ഹിംസെൽഫ്. ആനിമലിന്റെ ഒരു മൃഗത്തിന്റെ പേര് തനിക്കിട്ട രാജാവ് ആര് എന്നുള്ളതാണ് 15ാമത്തെ ചോദ്യം. ഒരു മൃഗത്തിന്റെ പേര് തനിക്കിട്ട രാജാവ് ആര് എന്നുള്ളതാണ് 15ാമത്തെ ചോദ്യം. ഒരു മൃഗത്തിന്റെ പേര് തനിക്കിട്ട രാജാവ് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ. ജോളി ജയകുമാർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു, ആൻസർ ചെയ്തിട്ടില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു മൃഗത്തിന്റെ പേര് തനിക്കിട്ടത് ആര് എന്നുള്ളതാണ് 15ാമത്തെ ചോദ്യം. ഇവിടെ ആൾക്കാരൊക്കെ തെറ്റായിട്ടുള്ള കമന്റ്സുകളാണ് ആദ്യം ഞാൻ കാണുന്നതെന്ന് പറയാതിരിക്കാനായിട്ട് തരമില്ല. ആരാണ് ഒരു മൃഗത്തിന്റെ പേര് തനിക്കിട്ട രാജാവ് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് ഞാൻ പറഞ്ഞാലും ഉറപ്പുള്ളവര്, കോൺഫിഡൻസ് ഉള്ളവര്, ബൈബിൾ അറിയാവുന്നവര്, നിശ്ചയമുള്ളവര്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെങ്കിലും അതിന് ആൻസർ ഇവിടെ വ്യത്യസ്തമായ ആൻസർ ഞാൻ കണ്ടില്ല. ഒറ്റ ആൻസറേ ഞാൻ കണ്ടുള്ളൂ, ദാവീദ് എന്നുള്ളതാണ്. ദാവീദ് ദാവീദ് നെബുക്കദ്നേസർ എന്ന ആനിയുടെ വ്യത്യസ്തമായ ആൻസർ. ജോളി ജയകുമാർ നെബുക്കദ്നേസർ എന്നുള്ള ആൻസറെ കണ്ടു. മൃഗത്തിന്റെ പേര് തനിക്ക് താൻ ഇട്ടത് നെബുക്കദ്നേസർ പോലും തനിക്ക് മൃഗമെന്നും കാണാൻ പേരിട്ട ഗ്ലോറിസാം നെബുക്കദ്നേസർ എന്ന് പലരും ദാവീദെന്നും ഡൈഡ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. മൃഗത്തിന്റെ പേര് തനിക്ക് തന്നെ ഇട്ടത് മറ്റാരുമല്ല, ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ആദ്യം കമന്റ് ചെയ്തതുപോലെ ദാവീദ് തന്നെയാണ്. ദാവീദാണ് ശൗലിനോട് പറയുന്നത്, ഞാനൊരു ചത്ത നായല്ലയോ, ഒരു ചെള്ളല്ലേ തനിക്ക് തന്നെ ഇട്ടത്. നെബുക്കദ്നേസർ മൃഗത്തെ പോലെ പുല്ല് തിന്നിട്ടേ ഉള്ളൂ അലോണ ഡാനിയലെ, അല്ലാതെ പേര് തനിക്ക് താൻ അങ്ങനെ കാളയായിട്ട് താൻ തനിക്ക് പേരിട്ടില്ല. നെബുക്കദ്നേസർ ഇട്ടില്ല ബിന്ദു ബെൻസൺ, നെബുക്കദ്നേസർ അങ്ങനെ ഇട്ടില്ല. ദാവീദാണ് തനിക്ക് തന്നെ ആ പേരിട്ടത്. ഒരു ചത്ത നായി, ജീവനുള്ള നായാണെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ചത്ത നായല്ലേ, ഈ ചത്ത നായയാണ് ഓടിക്കുന്നത്, ചത്ത നായല്ലേ, ഒരു ചെള്ളല്ലേ എന്നോർത്ത് തന്നെ താഴ്ത്തി അങ്ങനെ പേരിട്ടതാണ്. ദാവീദാണ് തനിക്ക് തന്നെ ആ പേരിട്ട് സംബോധന ചെയ്തത്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചതാരെ? സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചതാരെ? ഹു സഫേർഡ് ഇൻ എ ഡ്രീം. സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചതാരെ എന്നുള്ളതാണ്. സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചതാരെ? സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചവരുണ്ട്, സ്വപ്നത്തിൽ വലിയ വലിയ പൊസിഷൻ കിട്ടിയവരുണ്ട്, സ്വപ്നത്തിൽ ഒത്തിരി സന്തോഷ സാഹചര്യം കിട്ടിയവരുണ്ട്, സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചതാരെ? കുരിയച്ചൻ ചാലിക്കര വന്നതേ ഉള്ളൂ. സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ വ്യത്യസ്തമായ ഉത്തരം. മേഴ്സി സാബു, ഹരോദാവ്, പൈലറ്റ്സ് വൈഫ് എന്ന ലിജോ ജോസഫ്, പൈലറ്റ് വൈഫ്
എന്ന് എഴുതിയിട്ടുണ്ട്. ജോമോൻ ഹാവേൽ പീലാത്തോസിന്റെ ഭാര്യ എന്നും എഴുതിയിട്ടുണ്ട്. പീലാത്തോസ് വൈഫ് എന്നെഴുതിയാലും പീലാത്തോസിന്റെ ഭാര്യ എന്ന് ഈ നമ്മൾ മനസ്സിലാക്കിക്കോണം. ആരാ ഈ ജഡ്ജസ് മനസ്സിലാക്കിക്കോണം. പീലാത്തോസിന്റെ വൈഫ് പൈലറ്റിന്റെ വൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ. വൈഫ് ഓഫ് പൈലറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. പീലാത്തോസിന്റെ ഭാര്യ ഓർ വൈഫ് ഓഫ് പൈലറ്റ് എന്നെഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം. പീലാത്തോസിന്റെ ഭാര്യ എന്നുള്ളതാണ് ആൻസർ. അതിന്റെ ഇംഗ്ലീഷും മലയാളം ഒക്കെ കമന്റ് ചെയ്തവർക്ക് 10 പേർക്ക് മാർക്ക് കൊടുക്കുക. സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചത് അവരാണ്. അതുകൊണ്ട് 16ാമത്തെ ചോദ്യം കഴിഞ്ഞടുത്തത് 17ാമത്തെ ചോദ്യം. അതിനോട് അടുത്തൊരു ചോദ്യമാണ് 17ാമത്തെ ചോദ്യം. ദേവനെ കണ്ട സ്ത്രീ ആര്? ഹൂ ഈസ് ദ വുമൺ ഹൂ സോ ഡിവൈൻ ബീയിങ്? ദേവനെ കണ്ട സ്ത്രീ ആര് എന്നുള്ളതാണ് 17ാമത്തെ ചോദ്യം. ദേവനെ കണ്ട സ്ത്രീ ആര് എന്നുള്ളതാണ് 17ാമത്തെ ചോദ്യം. 17ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ വരട്ടെ. എനിക്കറിയാം ഇവിടെ സംബന്ധിച്ചിട്ടുള്ള സഹോദരങ്ങൾ പലരും ഇത് മാർക്ക് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഇതിന് ഫസ്റ്റ് കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, ദൈവവചനം പഠിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ, ദൈവവചനം ഒരു ചോദ്യത്തോടുകൂടെ ദൈവവചനത്തെ സമീപിച്ചാൽ കുറച്ചുകൂടെ ദൈവവചനം പഠിക്കുവാനായിട്ട് എളുപ്പമാണ്. വചനം പഠിക്കുവാനുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ് ഉണ്ട്. ബൈബിൾ സ്റ്റഡി മെത്തേഡ് ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഇതുണ്ടാക്കുക, ക്വിസ് ഉണ്ടാക്കുക, ബൈബിൾ ക്വിസ് ഉണ്ടാക്കുക. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1ാം അധ്യായം മുതൽ ഒരു ബൈബിൾ ക്വിസുകൾ ഒരു ദിവസം ഒരധ്യായത്തിൽ 1-2 ക്വിസസ് വെച്ച് ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ വെളിപ്പാട് വരുമ്പോഴത്തേനും വളരെ വചനത്തിൽ നിശ്ചയമുള്ളവരായി തീരും, സംശയമില്ല. അതുകൊണ്ട് വചനം പഠിക്കുവാൻ ഏറ്റവും നല്ല മാർഗം, ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് ചോദിച്ചാൽ ബൈബിൾ ക്വിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ അങ്ങനെ വളരെ താല്പര്യത്തോടെ വരുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്. അവരെല്ലാം പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി വചനം. 17ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. വെളിച്ചപ്പാടത്തി സ്ത്രീയാണ് ദേവനെ കണ്ടത്. 1 സാമുവേൽ 28:13 നമ്മൾ കാണുന്നു. അവൻ ആരെയാ കണ്ടത് എന്താന്നൊക്കെ പശ്ചാത്തലമുണ്ട്, പക്ഷെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഞാനത് പറഞ്ഞത്. വെളിച്ചപ്പാടത്തിയായ സ്ത്രീ, വെളിച്ചപ്പാടത്തി എന്നൊക്കെ എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. 18ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ചോദ്യമാണ് അടുത്തത്. കറുത്ത സൂര്യനെ കണ്ടതാരെ? ഹൂ സോ ദ ബ്ലാക്ക് സൺ? SON അല്ല, SUN. കറുത്ത സൂര്യനെ കണ്ടതാര് എന്നുള്ളതാണ് 18ാമത്തെ ചോദ്യം. കറുത്ത സൂര്യനെ കണ്ടതാര് എന്നുള്ളതാണ് 18ാമത്തെ ചോദ്യം. 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഒരുപാട് വരാനായിട്ട് സാധ്യതയുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരുപാട് ഉത്തരങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ബൈബിള് പഠിക്കുക. കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോടും പഴയ നിയമത്തിൽ പ്രവാചകന്മാരോടും ദൈവദാസന്മാരോടും യോശുവ ഉൾപ്പെടെയുള്ള ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞാൽ ഈ വചനം നിന്റെ വായിൽ നിന്ന് പോകരുത്, നിന്റെ ഹൃദയത്തിൽ ഇത് ഇരിക്കണേ. യഹോവയുടെ വചനം നമ്മുടെ ഒരു ചോദ്യമായിരുന്നു. എവിടെയാണ് ഇരിക്കേണ്ടത്? ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. അതിന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ അധ്യാപകരെക്കാളും നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെക്കാളും നമ്മളെ ജ്ഞാനിയാക്കുന്നതാണ്. വയോധികന്മാരെക്കാൾ നമ്മളെ ശ്രേഷ്ഠരാക്കുന്നതാണ്. നമുക്ക് ബഹുമാനവും ആദരവും കൊണ്ട് നൽകുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, ആ വചനം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഓർമ്മശക്തി കുറയുന്നവർക്ക്, ഓർമ്മശക്തി ഇല്ലെന്ന് പറയുന്നവർക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ മെന്റൽ എക്സസൈസ്, ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ ഒക്കെ ഓർമ്മശക്തിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും പുതിയ 5 കാര്യങ്ങൾ പഠിക്കുക, പ്രത്യേകിച്ച് 5 വൊക്കാബുലറി പഠിക്കുക എന്നൊക്കെ ആണ് സാധാരണഗതിയിൽ പറയുന്നത്. ഈ സൈക്കോളജിക്കൽ മേഖല നിൽക്കുന്നവർക്ക് അറിയാം. ഈ മെന്റൽ എക്സസൈസ് എന്നാണ് അതിന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു വൊക്കാബുലറിയും പഠിക്കേണ്ട. ബൈബിളിലെ അറ്റ്ലീസ്റ്റ് ഒരു വാക്യം കാണാതെ പഠിച്ചാൽ മതി. നമ്മൾ അറിയാതെ നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ആകും, നമ്മുടെ മെമ്മറി പവർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മെമ്മറി പവർ കുറവുള്ളവരെ ഉണ്ടെങ്കിൽ യാക്കോബ് 1:5 കാണുന്ന പോലെ നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫൽസിക്കാതെ അവന് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കട്ടെ, അവന് ദൈവം ധാരാളമായി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധി വേണോ, പരീക്ഷയിൽ നല്ല മാർക്ക് വേണോ, ഓർമ്മശക്തി വേണോ, നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, ദൈവവചനം പഠിക്കുക, വാക്യങ്ങൾ ബൈഹാർട്ടാകുക. എനിക്ക് തോന്നുന്നു അക്സാറ്റി രാജു CA കാരിയാണ്, CA കഴിഞ്ഞ പെൺകുട്ടിയാണെന്നാണ് എന്റെ അറിവ്. CA നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടുള്ള കോഴ്സാണ്, വളരെ ബുദ്ധി വേണ്ട കോഴ്സാണ്. അതുകൊണ്ട് തന്നെ CA കാരിയായ അക്സാറ്റി രാജു ഞാൻ ഏത് ചോദ്യം എങ്ങനെ ചോദിച്ചാലും അതിനെല്ലാം ആൻസർ ചെയ്യുന്നുണ്ട്.
പ്രവർത്തിക്കുന്നുണ്ട്. കോളേജ് അധ്യാപകനായ റോഷി തോമസ് സാർ ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. അദ്ദേഹവും വളരെ ഓർമ്മശക്തിയുള്ള, ഇവരുടെയൊക്കെ ഓർമ്മശക്തിയുടെ രഹസ്യം, ഇവരുടെയൊക്കെ അക്കാഡമിക് നിലവാരം ഉയർന്നതിന്റെ രഹസ്യം എന്നെ കേൾക്കുന്ന കുട്ടികളോട് ഞാൻ പറയട്ടെ. അതിന്റെയൊക്കെ അടിസ്ഥാന രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനം ചെറുതിലെ തന്നെ അവരുടെ പേരൻസ് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ചെറുതിലെ തന്നെ ബൈബിളുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. അവർ ബൈഹാർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കുറവാണോ, സന്തോഷ് ബ്രഹ്മി മേടിച്ചു കൊടുക്കൂ എന്ന് ഞാൻ പറയില്ല. ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ബുദ്ധി കുറവാണോ, ഓർമ്മശക്തി കുറവാണോ, ദൈവവചനം പഠിപ്പിക്കൂ. അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുക. ഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സാന്ദർഭികമായി പറഞ്ഞ് അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 18ാമത്തെ ചോദ്യത്തിന് യോഹന്നാൻ ജോൺ എന്നെഴുതിയവർക്കാണ് മാർക്കുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18 യോഹന്നാൻ ഓർ ജോൺ എന്നെഴുതിയവർക്ക്. റെവലേഷൻ 6:12 നമ്മൾ കാണുന്നുണ്ട്. 19ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19 ദൈവദാസന്മാരെ ഉപദേശിച്ച സ്ത്രീ ആര്? Who was the woman who taught God's servants? ദൈവദാസന്മാരെ ഉപദേശിച്ച, പഠിപ്പിച്ച സ്ത്രീ ആര് എന്നുള്ളതാണ് 19ാമത്തെ ചോദ്യം. ദൈവദാസന്മാരെ ഉപദേശിച്ച സ്ത്രീ ആര് എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ ഒരു സഹോദരി ദൈവദാസന്മാരെ ഉപദേശിച്ച സ്ത്രീ ആര് എന്നുള്ളതാണ് 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യം ദൈവദാസന്മാരെ ഉപദേശിച്ച സ്ത്രീ ആര് എന്നുള്ളതാണ് 19ാമത്തെ. ദ മേരിക്കുട്ടി ജോർജ് ഫേബ എന്നെഴുതിയിരിക്കുന്നു. കസിയ ഷിബു ഇസബേൽ എന്നെഴുതിയിരിക്കുന്നു. വേറെ ആരുണ്ടത്? ഈ സബേൽ. ഏത് സബേല്? ഈ സബേലൊന്നുമല്ല. ഇസബേൽ. ദബോര എന്നെഴുതിയിരിക്കുന്നു. ഇതാ ഹുൽദ, റോഷി തോമസ് ഹുൽദ എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ ഇസബേല്, ജസബേല്, ഹുൽദ പ്രവാചകി. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. 2 രാജാക്കന്മാർ 23, 22, 23 അധ്യായത്തിലും 2 ദിനവൃത്താന്തം 33, 34 അധ്യായത്തിലും ഒക്കെ കാണുന്ന ഒരു ഹുൽദ പ്രവാചകിയുണ്ട്. അനുഗ്രഹീതയായ പ്രവാചകി. ആലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുസ്തക ചുരുള് കിട്ടി, ന്യായപ്രമാണത്തിന്റെ ഒരു ഭാഗം കിട്ടി. അത് എടുത്ത് അതിന്റെ ആ സമയത്ത് ഇസ്രായേലിലുണ്ടായ, യഹൂദയിലുണ്ടായ വലിയ ഉണർവിനെ കുറിച്ചാണ് അധ്യായങ്ങൾ കാണുന്നത്. ഹുൽദ പ്രവാചിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം ഹുൽദ പ്രവാചി എന്നല്ല, ഇസബേൽ എന്നെഴുതിയവർക്കാണ് മാർക്കുള്ളത്. ഇസബേൽ എന്നെഴുതിയവർക്കാണ് മാർക്കുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസബേൽ എന്നുള്ളതാണ് 19ാമത്തെ ചോദ്യം. വെളിപ്പാട് 2:20 കാണുന്നു. ദൈവദാസന്മാരെ ഉപദേശിച്ച്, എന്റെ ദാസന്മാരെ ഉപദേശിച്ച് വഴിതെറ്റിച്ച ഇസബേൽ എന്നൊരു സ്ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവദാസന്മാരെ ഉപദേശിച്ചത് ഇസബേലാണ്. അങ്ങനെ ജസബേൽ, ഇസബേൽ എന്നൊക്കെ എഴുതിയവർക്കാണ് മാർക്കുള്ളത്. അതുകൊണ്ട് ഹുൽദ എന്നോ ദബോര എന്നോ മറ്റ് പേരുകൾ എഴുതിയവർക്ക് മാർക്കില്ല. ഉപദേശിച്ചത് അവരാണ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വസ്ത്രം സമ്മാനമായി കൊടുക്കുന്നത് ആരെ എന്നുള്ളതാണ് 20ാമത്തെ ചോദ്യം. ഹൂ ഗീവ്സ് ക്ലോത്ത്സ് ആസ് ഗിഫ്റ്റ്? ആരാണ് വസ്ത്രം സമ്മാനമായി കൊടുക്കുന്നത്? വസ്ത്രം സമ്മാനമായി കൊടുക്കുന്നത് ആര് എന്നുള്ളതാണ് 20ാമത്തെ ചോദ്യം. വസ്ത്രം സമ്മാനമായി കൊടുക്കുന്നത് ആര് എന്നുള്ളതാണ് 20ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യത്തിന് വസ്ത്രം സമ്മാനമായി കൊടുക്കുന്നത് ആര് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 20ാമത്തെ ചോദ്യം. ഇതാ മേരിക്കുട്ടിയുടെ ഉത്തരം ഞാൻ കണ്ടു. ജേക്കബ്. മേരിക്കുട്ടി എന്തായാലും ഉടൻ തന്നെ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ജോളി ആൻഡ്രൂസ് ദൈവം. ജെറമ്യ ജേക്കബ് വസ്ത്രം സമ്മാനമായി കൊടുത്തു. നമുക്കറിയാം താനെ സ്നേഹിച്ച, ഏറ്റവും അധികം സ്നേഹിച്ച തന്റെ മകനായ യോസെഫിന് മനോഹരമായ ഒരു വസ്ത്രം തയ്പ്പിച്ചു കൊടുത്തു. ആര്? യാക്കോബ്. മനോഹരമായ ഒരു വസ്ത്രം തയ്പ്പിച്ചു കൊടുത്തു യാക്കോബ്. പക്ഷെ അത് മകനോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തതാണ്. പക്ഷെ സമ്മാനമായി ജയിക്കുന്നവന് ഞാൻ വസ്ത്രം തരും എന്ന് പറഞ്ഞത്, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് തരുമെന്ന് പറഞ്ഞത് യാക്കോബല്ല, മറ്റാരുമല്ല, ദാവീദല്ല. അത് പറഞ്ഞത് നമ്മുടെ കർത്താവാണ്. കർത്താവെന്നോ ഗോഡെന്നോ ദൈവമെന്നോ ഹന്ന എന്നൊക്കെ കൊച്ചുമോൾ എഴുതിയിട്ടുണ്ട്. നല്ലതാ വസ്ത്രമൊക്കെ കൊടുക്കുന്നത് ഹന്നയ്ക്ക്. പക്ഷേ ജീസസ് എന്നോ ലോഡെന്നോ കർത്താവെന്നോ ദൈവമെന്നോ ഒക്കെ എഴുതിയവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. ജേക്കബ് അല്ല, ഹന്ന അല്ല. ഗോഡ് ഓർ ജീസസ് ഓർ ലോഡ് എന്ന് ദൈവം എന്നൊക്കെ എഴുതിയവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക, ജഡ്ജസ് ശ്രദ്ധിക്കുക. കർത്താവ് എന്നാണ് ശരിയായിട്ട് പറയേണ്ടത്, യേശു കർത്താവ് എന്നാണ് പറയേണ്ടത്. പക്ഷേ ഗോഡ് എന്നോ ജീസസ് എന്നോ ഒക്കെ എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. 21ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21 എന്താണെന്ന് നോക്കാം. ആദ്യമായി ജന്മദിനം ആഘോഷിച്ച വ്യക്തിയാര്? ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സെലിബ്രേറ്റ് ബർത്ത്ഡേ? ആരാണ് ആദ്യമായി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്, ആഘോഷിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് 21ാമത്തെ ചോദ്യം. ആദ്യമായി ബർത്ത്ഡേ ആഘോഷിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം. ബർത്ത്ഡേ ആഘോഷിച്ച വ്യക്തി ആര്, ജന്മദിനം ആഘോഷിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം.
ജന്മദിനം ആഘോഷിച്ച വ്യക്തി ആര് എന്നുള്ള ചോദ്യം. ആദ്യമായി ജന്മദിനം ആഘോഷിച്ച വ്യക്തി ആര് എന്നുള്ള ചോദ്യം. 21 ക്വസ്റ്റ്യൻ നമ്പർ 21. 21. ഇതാ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നു. നല്ലൊരു ശതമാനം ആൾക്കാർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തിരിക്കുന്നു. ഫറവോൻ എന്നൊക്കെ ലിസി ബ്രൈറ്റിന്റെ മാത്രം വ്യത്യസ്തമായ ആൻസർ ഞാൻ കണ്ടുള്ളൂ. ഇസഹാക്കിന്റെ കണ്ടു, ഫറവോൻ എന്ന് കണ്ടു, വ്യത്യസ്തമായ ആൻസർ കണ്ടു. ജന്മദിനം ആദ്യമായിട്ട് ആഘോഷിച്ചത് ഫറവോൻ എന്നെഴുതിയവർക്കാണ് മാർക്കുള്ളത്. ഫറവോൻ എന്നെഴുതിയവർക്കാണ് 21ാമത്തെ ഉത്തരം. ഉൽപ്പത്തി 40:20 ഫറവോൻ എന്നെഴുതിയവർക്ക് മാർക്ക് കൊടുക്കണം. 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മരുഭൂമിയിൽ ഗോപുരം പണിതതാരെ. ക്വസ്റ്റ്യൻ നമ്പർ 22. മരുഭൂമിയിൽ ഗോപുരം പണിതതാരെ. ഹൂ ബിൽറ്റ് ദ ടവർ ഇൻ ദ ഡിസേർട്ട് ഓർ വിൽഡർനെസ്. മരുഭൂമിയിൽ ഗോപുരം പണിതതാര് എന്നുള്ളതാണ്. മരുഭൂമിയിൽ ഗോപുരം പണിതത് ആര് എന്നുള്ളതാണ് 22ാമത്തെ ചോദ്യം. മരുഭൂമിയിൽ ഗോപുരം പണിതത് ആര് എന്നുള്ള ചോദ്യമാണ് 22ാമത്തെ ചോദ്യം. മരുഭൂമിയിൽ ഗോപുരം പണിതത് ആര്? ഈ മരുഭൂമിയിൽ കൊണ്ട് ഗോപുരം പണിയാമോ? അല്ലെ, നമുക്കറിയില്ല. മരുഭൂമിയിൽ എന്നാൽ ഒരാള് ഇത് ലിസി ബ്രൈറ്റിന്റെ ഒരു ഉത്തരം ഞാൻ കാണുന്നു. മറ്റെല്ലാവരും ഒരേ ഉത്തരം തന്നെയാണ് എഴുതുന്നത്. മരുഭൂമിയിൽ ഗോപുരം പണിതത് ആര് എന്നുള്ള ചോദ്യമാണ് 22ാമത്തെ ചോദ്യം. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവ് എഴുതേണ്ട സമയം കഴിഞ്ഞു. 23 മുതൽ 25 വരെയുള്ള ചോദ്യം ഇന്ന് ബൈബിളിൽ തന്നെയാണ്. ബൈബിളിന്റെ പുറത്തുള്ള ചോദ്യമല്ല ഇന്ന് ഞാൻ ചോദിക്കുന്നത്. ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ബൈബിളിൽ തന്നെയാണ് അടുത്ത ചോദ്യങ്ങളും ചോദിക്കുന്നത്. അതുകൊണ്ട് ജനറൽ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്ത് ആരും പോകരുത്. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉസിയാവ് എന്നാണ്. ഉസിയ എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം. 2 ദിനവൃത്താന്തം 26:10 നമ്മൾ കാണുന്നു. ഉസിയ എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം. 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 23 ക്വസ്റ്റ്യൻ നമ്പർ 23. ഇസ്രായേലിൽ ആദ്യമായി രാജാവായത് ആര്? ഹൂ വാസ് ദ പേഴ്സൺ ഹൂ ബിക്കം കിങ് ഫസ്റ്റ് ഇൻ ഇസ്രായേൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന, ഏത് LKG കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഞാൻ 23ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ ആദ്യം രാജാവായ വ്യക്തി ആര് എന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കണം. ആർക്കും ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യമാണ്. ജോളി ആൻഡ്രൂസിന്റെ ഉത്തരം ഞാൻ കാണുന്നു. കൊച്ചുമോൾ സാമിന്റെ ഉത്തരം ഞാൻ കാണുന്നു. ഷേബ ജോസിന്റെ ഉത്തരം കാണുന്നു. ബ്യൂല ജോസഫിന്റെ ഉത്തരം കാണുന്നു. സാബു ജോസഫിന്റെ ഉത്തരം കാണുന്നു. ജോളി ബിജുവിന്റെ ഉത്തരം കാണുന്നു. റോഷി തോമസ് വ്യത്യസ്തമായിട്ട് എന്തോ ചെയ്തിരിക്കുന്നു. പക്ഷേ ഉത്തരം ശൗലല്ല, തെറ്റി. ഉത്തരം പറയാനുള്ള സമയം കഴിഞ്ഞു. നമ്മുടെ റോഷി കമന്റ് ചെയ്തതുപോലെ തന്നെ അഭിമലക്ക് എന്നുള്ളതാണ് ഉത്തരം. ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവായി ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അബിമേലെക്കാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബിമേലെക്കാണ് ഇസ്രായേലിൽ ആദ്യം രാജാവായത്. പക്ഷെ ദൈവം അംഗീകരിച്ചോ? ശൗലിനെ അംഗീകരിച്ച പോലെ പോലും അംഗീകരിച്ചില്ല. പണം കൊടുത്ത് രാജാവായത്. നമ്മൾ അബിമേലെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പണം കൊടുത്ത് നേതാവായ വ്യക്തി ആരെ എന്ന് ഇതിനു മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. ആദ്യം രാജാവായത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഒലിവ് വൃക്ഷത്തെ രാജാവാക്കിക്കൊണ്ട് ഗിദെയോന്റെ മകൻ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്നതാണ്. വൃക്ഷങ്ങൾ രാജാവായ വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അത് അബിമേലെക്ക് എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. അതുകൊണ്ട് ഇസ്രായേലിൽ ദൈവം രാജാവാക്കിയ ആദ്യത്തെ വ്യക്തി ശൗലായിരിക്കാം. പക്ഷെ രാജാവായ വ്യക്തി ആരെന്ന് വെച്ചാൽ അബിമേലെക്കാണ്. അതുകൊണ്ട് തന്നെ ശൗൽ എന്ന് എഴുതിയവർക്ക് തെറ്റി. ജൂബി ജോൺ ആസാമിൽ നിന്ന് ജൂബി ജോൺ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. റവറൻഡ് ജൂബി ജോൺ, വാം വെൽക്കം. അങ്ങനെ ശക്തരായ വ്യക്തിത്വങ്ങളുണ്ട്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം ചിരിക്കുന്ന മൃഗമേത് എന്നുള്ളതാണ്. വിച്ച് ഈസ് ദ ലാഫിംഗ് ആനിമൽ? ചിരിക്കുന്ന മൃഗമേത് എന്നുള്ളതാണ് 24ാമത്തെ ചോദ്യം. ചിരിക്കുന്ന മൃഗമേത് എന്നുള്ളതാണ് 24ാമത്തെ ചോദ്യം. ചിരിക്കുന്ന മൃഗമേത് എന്നുള്ളതാണ് 24ാമത്തെ ചോദ്യം. 24ാമത്തെ ചോദ്യം ചിരിക്കുന്ന മൃഗമേത്? ഇവിടെ കുതിര എന്നൊരു ആൻസർ ഞാൻ കണ്ടു. കുതിര അബീജോ കുതിര. റൺസിംഗ് കുതിര. ജോളി ആൻഡ്രൂസ് കുതിര. ജോളി ബിജു കുതിര. വർഗീസ് ചാക്കോ ഹോഴ്സ്. കസിയ ഷിബു കുതിര. ഇവരെയൊക്കെ കണ്ട് കുതിര എപ്പോഴാണ് ചിരിച്ചാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ചിരിക്കുന്ന മൃഗം കുതിര. ചിരിക്കുന്ന മൃഗം കുതിര. ചിരിക്കുന്ന മൃഗം ഏത്?
എന്നുള്ളതാണ്. ചിരിക്കുന്ന മൃഗം ഏത് എന്നുള്ളതാണ് 24-ാമത്തെ ചോദ്യം. 24-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെയും ശരിയായ ഉത്തരം ഇതുവരെ നെൽസൺ ലോറൻസിന്റെ ഉത്തരമുണ്ട് വ്യത്യസ്തമായിട്ടുള്ളത്. സൂസൻ സന്തോഷ് കുതിര, ആനി കുതിര, സാബു ജോസഫ് കുതിര, ജെറമ്യ ജേക്കബ് കുതിര. വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഞാൻ കാണുന്നു. ഹൈന എന്നൊക്കെ കാണുന്നു, ഡോങ്കി എന്ന് കാണുന്നു. ചിരിക്കുന്നത് ഇതുവരെ വ്യക്തമായിട്ട് ആരും ഇവിടെ എഴുതിയില്ല. ഉത്തരം ചിരിക്കുന്ന മൃഗം കാട്ടുകഴുത എന്നുള്ളതാണ് ഉത്തരം. കാട്ടുകഴുത എന്നതാണ് ഉത്തരം. കാട്ടുകഴുത എന്ന് ഉത്തരം ചെയ്തവർക്ക് മാർക്ക് കൊടുക്കാം. ജോബ് 39-7 കാണുന്നു. കാട്ട് കഴുത എന്നുള്ളതാണ് ചിരിക്കുന്ന മൃഗം. കാട്ടുകഴുത. കുതിര എഴുതിയവർക്കോ വെറും കഴുത എഴുതിയവർക്കോ മാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. കാട്ടുകഴുത എന്ന് തന്നെ എഴുതണം. കാട്ടുകഴുത എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. 25-ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 25, ലാസ്റ്റ്. ഇന്ന് ലാസ്റ്റ് ദിവസം, ഫസ്റ്റ് റൗണ്ടിന്റെ ലാസ്റ്റ് ദിവസത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതുകൂടെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടേ നിർത്താമുള്ളൂ. ഉടൻ തന്നെ നമ്മൾ ഇന്നലത്തെ വിജയിയെ, കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് 7th എപ്പിസോഡിലെ വിജയിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. 7ാമത്തെ എപ്പിസോഡിലെ വിജയിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. 25-ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നു, പരിഹസിക്കുന്ന പക്ഷി ഏത്? ചിരിക്കുന്ന മൃഗമേതെന്നുള്ള ചോദ്യം കഴിഞ്ഞു. പരിഹസിക്കുന്ന പക്ഷി ഏത്? വിച്ച് ഈസ് ദ മോക്കിംഗ് ബേർഡ്? പരിഹസിക്കുന്ന പക്ഷി ഏത് എന്നുള്ളതാണ് 25-ാമത്തെ ചോദ്യം. 25-ാമത്തെ ചോദ്യം പരിഹസിക്കുന്ന പക്ഷി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 25. പരിഹസിക്കുന്ന പക്ഷി ഏത് എന്നുള്ളതാണ്. 25-ന് ആരാണ്ട് കഴുത എഴുതി വെച്ചിരിക്കുകയാണ്. പരിഹസിക്കുന്ന പക്ഷി ഏത് എന്നുള്ളതാണ് 25-ാമത്തെ ചോദ്യം. പരിഹസിക്കുന്ന പക്ഷി എന്ന് ഏത് എന്നുള്ളതാണ്. പരിഹസിക്കുന്ന പക്ഷി, മോക്കിംഗ് ബേർഡ്. പരിഹസിക്കുന്ന പക്ഷി ഏത് എന്നുള്ളതാണ് 25-ാമത്തെ ചോദ്യം. ദ ലിസിബ്രൈറ്റ് ഈഗിൾ. ചിലർ ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്. ചിലർ വെറും ഒട്ടക പക്ഷി. ഏത് പക്ഷിയാണ് പരിഹസിക്കുന്ന പക്ഷി? പരിഹസിക്കുന്ന പക്ഷി നിങ്ങൾ എഴുതിയ പോലെ തന്നെ ഓസ്ട്രിച്ച് അഥവാ ഒട്ടകപ്പക്ഷി എന്നൊക്കെ എഴുതിയവർക്കാണ് മാർക്കുള്ളത്. അത് ജഡ്ജസ് ശ്രദ്ധിക്കുക. അങ്ങനെ കഴുകാനല്ല, കാക്കയല്ല, ഇതൊന്നും അല്ല പരിഹസിക്കുക. ചില കാക്ക നമ്മുടെ മുമ്പിൽ നിന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ പരിഹസിക്കുകയാണോ എന്ന്. പക്ഷെ അത് പരിഹസിക്കുകയല്ല, ഒട്ടകപ്പക്ഷിയാണ് നമ്മളെ പരിഹസിക്കുന്നത്. ഓർക്കുക, കഴിഞ്ഞ ഈ 8 എപ്പിസോഡിലും ഈ പ്രോഗ്രാമിൽ നിറഞ്ഞു നിന്ന് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവര്, ലീഡേഴ്സ് ആയിട്ടുള്ളവര്, നിങ്ങൾക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിലെ വിജയ് ജോളി ബിജു, ഞാൻ പേര് പറഞ്ഞത് മാറിപ്പോകരുത്, ജോളി ബിജു എന്ന ആണ് കഴിഞ്ഞ ദിവസത്തെ വിജയിയായിരിക്കുന്ന സിസ്റ്റർ ജോളി ബിജു കൊട്ടാരക്കര. അതിലുള്ള സിസ്റ്റർ ജോളി ബിജു ആണ് കഴിഞ്ഞ ദിവസം 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിജയിയെ നാളെ ഞായറാഴ്ച രാത്രി, നാളെ തന്നെ ഞങ്ങള് ഈ പ്രാർത്ഥനാധ്വനിയുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ട് നോക്കിയാൽ ഇന്നത്തെ വിജയിയെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങളോട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗൂഗിളിലെ ഈ മെസ്സഞ്ചറില്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥന ധ്വനിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ജഡ്ജസിന്, സംഘാടകർക്ക് എല്ലാവർക്കും, കർത്താവിന്റെ ദാസൻ ബെൻസൺ, ദാനിയേല്, തോമസ് പാസ്റ്റർ, മറ്റെല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒന്നിപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇതിന്റെ വിജയികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ പാർട്ടിസിപ്പൻസിനെല്ലാം പ്രത്യേകിച്ച് ഓർക്കുന്നു. ദൈവം ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഞങ്ങളുടെ ദൈവദാസന്മാരും ദൈവമക്കളും ലോകം മുഴുവൻ കടന്നു പോകുന്നു. എല്ലാം ഒരിക്കൽ കൂടെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കണം. അടുത്ത ദിവസത്തെ പ്രോഗ്രാമുകൾ അനുഗ്രഹപൂർണ്ണമാക്കണമേ. ഞങ്ങൾക്ക് ഇത് അനുഗ്രഹവും പ്രചോദനവും ആയിത്തീരുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ വചനം അത് ഞങ്ങളുടെ പാതയ്ക്ക് ദീപവും കാലിന് പ്രകാശവുമായ ആ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ
നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുന്നു.